Hey hello guys, welcome back to our channel. So ഇന്ന് നമ്മൾ നോക്കുന്ന ജുജുത്സു കൈസൻ എന്ന ജാപ്പനീസ് അനിമി TV സീരീസിന്റെ സീസൺ 2 10ാമത്തെ എപ്പിസോഡാണ്. സോ എപ്പിസോഡിലൂടെ പോകുന്നതിന് മുമ്പ് എല്ലാവരും നമ്മുടെ വീഡിയോക്ക് ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങൾ ലൈക്ക് ചെയ്യുന്ന സമയത്ത് ഈ വീഡിയോക്ക് എത്ര ലൈക്ക് ആയെന്ന് തീർച്ചയായിട്ടും താഴെ ഒന്ന് കമന്റ് ചെയ്യുക. അപ്പോൾ സമയം കളയാതെ നേരെ എപ്പിസോഡിലോട്ട് പോകാം. യൂജി ഇറ്റഡോറി, ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ എന്ന് ആരോ യൂജിയോട് പറയുന്നു. അതെന്താ സംഭവം എന്നറിയാത്ത യൂജി പെട്ടെന്ന് തന്നെ അത് ചെവിയിൽ നിന്നെടുത്ത് താഴെ എറിയുന്നു. ഗോജോ അപകടത്തിലാണ് എന്നത് പറയുവാണ്. ഹേയ്, നീ ടെൻഷൻ ആവല്ലേ, ഞാനും നിന്റെ ആളാണ്, ക്യോട്ടോയിൽ പഠിക്കുന്ന മെഗമാറോ. സോ അപ്പോഴാണ് യൂജി ശരിക്കും പോലെ അത് നോക്കുന്നത്. ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്ക്. സതോറു ഗോജോ പിടിക്കപ്പെട്ടു. നന്നായിട്ട് ഉറങ്ങൂ സതോറു ഗോജോ. ഞാനുണ്ടാക്കുന്ന ഒരു പുതിയ ലോകത്ത് വെച്ച് നമുക്ക് കാണാം. എന്നെ വിട്, നീ നിന്നെ പറ്റി ആലോചിക്കുക. എത്ര നാൾ നീ ഇവന്റെ അടിമയായിട്ടിരിക്കും സുഗുറു എന്ന് ഗോജോ ചോദിക്കുന്നു. പെട്ടെന്ന് തന്നെ സുഗുറു അവന്റെ കഴുത്തിൽ തന്നെ പിടിക്കുന്നു. ആദ്യമായിട്ടാ ഇങ്ങനെ നടക്കുന്നത്, അറിയോ നിനക്ക് എന്ന് ഗെറ്റോ പറയുന്നു. അപ്പോഴാണ് മഹിറ്റോ അങ്ങോട്ട് വരുന്നത്. മഹിറ്റോ, നീ ഇത് കണ്ടോ? ശരീരം ഉണ്ടാവുന്നതിന് മുൻപ് ആത്മാവ് ഉണ്ടാവുമെന്ന് നീ എന്നോട് പറഞ്ഞല്ലേ. എന്ന ആത്മാവും ശരീരവും ഒന്നാണെന്ന് മനസ്സിലാക്കിക്കോ, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ നടക്കാൻ സാധ്യതയുണ്ടോ എന്ന് ഗെറ്റോ ചോദിക്കുന്നു. അല്ലെങ്കിൽ പിന്നെ ഈ ശരീരത്തിന്റെ ഓർമ്മകളൊക്കെ ഈ ശരീരത്തിന്റെ തലച്ചോറിന് മനസ്സിലായെന്ന് തോന്നുന്നുണ്ടോ? പക്ഷെ ലോകത്തില് ഇതെല്ലാവർക്കും നടക്കുമെന്ന് തോന്നുന്നില്ല. നിന്റെ ടെക്നിക്കും എന്റെ ടെക്നിക്കും വേറെ വേറെയല്ലേ എന്ന് മഹിറ്റോ ചോദിക്കുന്നു. ഓരോ ടെക്നിക്കിനെയും അതിന്റെ കണ്ണിലൂടെ കാണണം. നീ പറഞ്ഞത് ശരിയാണ്. ഡേയ്, നീ എന്നെ എന്തോ ചെയ്യണോന്ന് പറഞ്ഞു വന്നതല്ലേ, അത് ചെയ്തിട്ട് പോടാ. നിങ്ങളുടെ ഈ സംസാരവും മോന്തയൊന്നും കാണാൻ എനിക്ക് തീരെ താല്പര്യമില്ല എന്ന് ഗോജോ പറയുന്നു. ഓ, കുറച്ചു നേരം ഇവിടെ നടക്കുന്ന എന്താന്നൊക്കെ ഒന്ന് മനസ്സിലായിക്കോട്ടെ എന്ന് വിചാരിച്ചു. ശരി, ഓക്കെ, ക്ലോസ് എന്ന് പറയുകയാണ് ഗെറ്റോ. സോ ഗോജോനെ ആ പ്രസത്തിനകത്ത് അടച്ചു വെക്കുന്നു. ഇനി ഇത് ഉപയോഗിക്കാൻ പറ്റില്ലല്ലോ എന്ന് ചോദിക്കുകയാണ് മഹിറ്റോ. ഇല്ല, ഇതിനകത്ത് ഒരാളെ മാത്രമേ അടച്ചു വെക്കാൻ പറ്റൂ. ഓ, എന്തായാലും വന്ന ജോലി തീർന്നില്ലേ എന്ന് മഹിറ്റോ ചോദിക്കുന്നു. സതോറു ഗോജോനെയാണോ സീൽ ചെയ്തിരിക്കുന്നത്? നീ പറയുന്നത് സത്യമാണോ എന്നറിയാൻ എന്ത് തെളിവാണുള്ളത് എന്ന് മേ ചോദിക്കുന്നു. ഒരു തെളിവുമില്ല, പക്ഷെ അങ്ങനെ ഒരു സംഭവം നടന്നതുകൊണ്ടാണ് ഞാനിപ്പോ നിങ്ങളോട് സംസാരിക്കുന്നത്. ഒക്ടോബർ 19-ാം തീയതി തന്നെ ഞാൻ മരിച്ചു പോയതാണ്. സോ അത് വേറെ ആരുമല്ല, നമ്മുടെ മഗമാറോ ആണ്. എന്നെ കൊന്നത് സ്പെഷ്യൽ ഗ്രേഡ് സ്പിരിറ്റ് ആയിട്ടുള്ള മഹിറ്റോ എന്ന് പറയുന്ന ഒരുത്തനാണ്. ഞാൻ ജീവനോടെ ഉണ്ടാവുന്ന സമയത്ത് വിട്ടുവെച്ച ഒരു ഇൻഷുറൻസ് ആണിത്, അഡ്വാൻസ് ഇൻഷുറൻസ്. സതോറു ഗോജോനെ സീൽ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഇൻഫർമേഷൻ എല്ലാം പുറത്തു പോകണം എന്ന് വിചാരിച്ചാണ് ഞാൻ ഇങ്ങനെ സെറ്റ് ചെയ്തിരിക്കുന്നത്. ബാക്കിയുണ്ടായിരുന്ന സമയത്ത് 3 സ്ഥലത്തോട്ട് മാത്രമേ ഈ പപ്പറ്റ്സിനെ എനിക്ക് അയക്കാൻ സാധിച്ചുള്ളൂ. ജുജുത്സു സോസറായിട്ടുള്ള യൂജി ഇറ്റഡോറിയെ ഒന്നും ചെയ്യില്ല എന്നുള്ള വിശ്വാസത്തോടു കൂടി മാത്രമാണ് ഞാൻ ഇത് ഇവന്റെ അടുത്തോട്ട് കൊണ്ടുവന്നത്. പിന്നെ മേ, ഇങ്ങനൊരു സിറ്റുവേഷനിൽ നിങ്ങളെ വിശ്വസിക്കില്ലാതെ വേറെ വഴിയില്ലെന്ന് അങ്ങ് വിചാരിച്ചോ? കാരണം ഇൻഫർമേഷൻസ് ഒക്കെ കളക്ട് ചെയ്യാൻ നിങ്ങളെ കഴിഞ്ഞിട്ടേ വേറെ ആരുള്ളൂ. പിന്നെ ഇതിൽ കൂടുതൽ വേറെ എന്താ വേണ്ടേ നിങ്ങൾ ആ സ്റ്റേഷനിലോട്ട് അയക്കാൻ എന്ന് മെഗമാറോ ചോദിക്കുന്നു. പിന്നെ കുറച്ച് മാസങ്ങൾക്ക് മുൻപ് യൂജി ഇറ്റഡോറി എന്ന് പറയുന്നവൻ നമ്മൾ ജുജുത്സു ടെക്കിൽ ഉണ്ടായിരുന്നില്ല. നീ പറഞ്ഞത് ശരിയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ യൂജി ഇറ്റഡോറി എന്ന് പറയുന്നവൻ ഷിബുയാക്കുള്ളിൽ പോയി പ്രശ്നം ഉണ്ടാക്കാതെ പിടിച്ചു വെച്ചിരിക്കുന്നതേ ഞങ്ങളാണ്. ഞങ്ങൾ ഇവിടെ വെറും ബാക്കപ്പ് ആയിട്ട് മാത്രമാണ് വന്നിരിക്കുന്നത്. ഓ, ഇനി ഞാനൊരു കാര്യം പറയട്ടെ. ഒരു കേഴ്സ് യൂസർ നിങ്ങളെ ഇല്ലാതാക്കാൻ വേണ്ടി വരുന്നുണ്ടെന്നുള്ള കാര്യം നിങ്ങൾക്കറിയുമോ? ഇത് കേട്ടുടനെ തന്നെ യൂജിയും മേയും പുറകോട്ട് നോക്കുന്നു. ഒന്നല്ല, 2 പേർ വരുന്നുണ്ട് എന്ന് മേ പറയുന്നു. യുജി, ഇവർ 2 പവർഫുൾ ആണോ, അതോ ഇവരെക്കാൾ പവർഫുൾ ആയിട്ടുള്ള ഒരുത്തനെയാണോ നീ നേരത്തെ അടിച്ചിട്ടെ എന്ന് മേ ചോദിക്കുന്നു. വെട്ടുകിളിയേക്കാൾ കൂടുതൽ ഇവനാണ് പവർഫുൾ എന്ന് യുജിയും പറയുന്നു. സംസാരിക്കാൻ കഴിവുള്ള ഒരു കേഴ്സ് ആണെങ്കിൽ തീർച്ചയായിട്ടും സെമി ഫസ്റ്റ് ഗ്രേഡോ അല്ലെങ്കിൽ അതിന് മുകളിലോ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇത്രയും നേരം ഒളിച്ചിരുന്ന് എന്താ ചെയ്തോണ്ടിരുന്നത് എന്നും പറഞ്ഞുകൊണ്ട് മേ ആർക്കോ വിളിക്കുന്നു. ഈ കേഴ്സ് യൂസേഴ്സിനെ കാര്യമാക്കാതെ നമ്മൾ മുന്നിലോട്ട് തന്നെ പോണം. ഗോജോ എവിടെയാണെന്ന് പെട്ടെന്ന് എന്നെ കണ്ടുപിടിക്കണം എന്ന് മേ പറയുന്നു. അതിനൊരിക്കലും നിങ്ങളെ കൊണ്ട് പറ്റില്ല. ഷിബുയപ്പോ നിങ്ങൾ വിചാരിച്ച പോലെയല്ല. മൊത്തം 4 ബാരിയേഴ്സ് ആണ് ക്രിയേറ്റ് ആയിട്ടുള്ളത്. എ, മനുഷ്യർക്ക് പുറത്തു കിടക്കാൻ പറ്റാത്തത്. ബി, ഗോജോക്ക് പുറത്തു പോകാൻ പറ്റാത്തത്. സി, സോസറേഴ്സിന് അകത്തു വരാൻ പറ്റാത്തത്. ഡി, പ്ലാറ്റ്ഫോമിലുള്ള മനുഷ്യർക്കൊന്നും പുറത്തു പോകാൻ പറ്റാത്തത്. നീ പറഞ്ഞു വരുന്നത് ആ ബാരിയർ കാരണം ഞങ്ങൾക്ക് അകത്തോട്ട് പോകാൻ പറ്റില്ലെന്നാണോ? അത് തന്നെ, ഓൾറെഡി ബാക്കപ്പിന് വന്ന എല്ലാ സോസറേഴ്സും ബാരിയറിനകത്ത് തന്നെയാണുള്ളത്. പക്ഷെ അവർക്ക് സി കടന്ന ഉള്ളിലോട്ട് പോകാൻ സാധിക്കില്ല. അപ്പോഴാണ് മേ ആ കാര്യം പറയുന്നത്. ബാരിയറിന് പുറത്തുള്ള സൂപ്പർവൈസേഴ്സിന് എന്നെ കൊണ്ട് കോണ്ടാക്ട് ചെയ്യാൻ പറ്റുന്നില്ല. ഇവിടെ സിഗ്നൽ കിട്ടില്ല. അതുകൊണ്ടാ പറയുന്നത് എന്റെ ഇൻഷുറൻസ് ഒരുപാട് നേരം കാത്തു നിൽക്കില്ല. കുറച്ചു നേരം ആലോചിച്ച്, ശരി, ഇനി എന്ത് ചെയ്യണം മെഗമാറോ എന്ന് മേ ചോദിക്കുന്നു. ഇറ്റഡോറി, നീ പെട്ടെന്ന് മേ ഈ സ്റ്റേഷനിലോട്ട് പോ. അവിടെ നിന്ന് എങ്ങനെയെങ്കിലും ഷിബിയക്കകത്ത് പോയി ഗോജോയെ സീൽ ചെയ്ത കാര്യം മറ്റു സോസറേഴ്സിനോടൊക്കെ പറ. എങ്ങനെയെങ്കിലും ഗോജോയെ രക്ഷിക്കണം, അതാണ് നമ്മുടെ ടാർഗറ്റ്. ഇറ്റഡോറിയെ പുറത്തു കിടക്കാൻ സഹായിക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ ജോലി എന്ന് മെഗമാറോ മേയോട് പറയുന്നു. ഫസ്റ്റ് ഇവരെ അറ്റാക്ക് ചെയ്യാൻ വരുന്ന സോസറേഴ്സിനെ അറ്റാക്ക് ചെയ്യണം എന്ന് മേക്ക് മനസ്സിലാവുന്നു. മെഗമാറോ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ? നിന്റെ ബാങ്ക് ഒന്നും അവര് ഫ്രീസ് ചെയ്തിട്ടില്ലല്ലോ അല്ലേ? മരിച്ചുപോയവന് പണത്തിന്റെ ആവശ്യമില്ലല്ലോ. ഗോജോയെ നമുക്ക് രക്ഷിക്കാൻ പറ്റിയില്ലെങ്കിൽ മനുഷ്യവംശം തന്നെ ഇല്ലാതാവും. അതുകൊണ്ട് ജീവൻ പണയം വെച്ച് ഗോജോയെ രക്ഷിക്കണം.
ഞാനും അതുപോലെ ശ്രമിച്ചതാ, പക്ഷെ ഞാനതിൽ തോറ്റുപോയി. ഇതേ സമയമാണ് അവരെ കൊല്ലാൻ വേണ്ടി ആ സോസറർ അങ്ങോട്ട് വരുന്നത്. സോ ഗോജോനെയും ജുജുത്സു ഹൈനെയും ഇഷ്ടമില്ലാത്ത ഒരുപാട് സോസറേഴ്സ് പുറത്തുണ്ട്. അവരൊക്കെ ഗെറ്റോയെ സഹായിക്കാൻ വേണ്ടി വന്നിരിക്കുന്നു. നീ എങ്ങോട്ട് എങ്ങനെ വേണമെങ്കിലും പോക്കോ, ഞാൻ നിന്നെ പ്രൊട്ടക്ട് ചെയ്യും എന്ന് മേ യൂജിയോട് പറയുന്നു. പിന്നീട് നമ്മൾ കാണുന്നത് ഗെറ്റോനെയാണ്. ഗെറ്റോ അവരെല്ലാവരെയും വിളിച്ചു കൂട്ടുന്നു. ശരി, ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്ന് ഗെറ്റോ പറഞ്ഞു തീരുമ്പോഴേക്കും ആ പ്രിസം അവന്റെ കയ്യിൽ നിന്ന് താഴെ വീഴുന്നു. സോ അതിനകത്ത് അടച്ചു വെച്ചിരിക്കുന്ന ഗോജോ ആണ് അത് കൺട്രോൾ ചെയ്യുന്നത്. എങ്ങനെയാ നിന്നെ കൊണ്ട് സാധിക്കുന്നത് ഗോജോ എന്ന് ചോദിക്കുവാണ് ഗെറ്റോ. അറിയാലോ, ഗോജോ ആണ്. ഓ, ഇതിനകത്ത് എനിക്കറിയാവുന്ന നേരവും കാലമൊന്നും ഇല്ലെന്ന് തോന്നുന്നു എന്ന് പറഞ്ഞ് കൂളായിട്ട് അതിനകത്ത് കടന്നുകൊണ്ടിരിക്കുകയാണ് ഗോജോ. ഒരു നേരത്തെ അശ്രദ്ധ കാരണം ഇപ്പൊ എന്തൊക്കെ സംഭവിച്ചേ? ആ, കുഴപ്പമില്ല, എനിക്ക് നിങ്ങളെ വിശ്വാസമാണ് മക്കളെ, വരൂ എന്ന് ഗോജോ പറയുന്നു. പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അകത്തുണ്ടായിരുന്ന മനുഷ്യരുടെ എണ്ണ ഇപ്പൊ ഒരുപാട് കുറഞ്ഞിട്ടുണ്ട്. എവിടെയാണോ എന്തോ എന്ന് കുസാക്കാബി പറയുന്നു. ഇതേ കാര്യം തന്നെയാണ് നോബിറ്റയും പറയുന്നത്. അതുകൊണ്ടാ പറയുന്നത്, എത്രയും പെട്ടെന്ന് നമുക്ക് ഫൈറ്റ് ചെയ്തേ പറ്റൂ. ഇപ്പൊ തന്നെ ഒരുപാട് സമയം കളഞ്ഞു, ഇനി ടൈം വേസ്റ്റ് ചെയ്യരുത് എന്ന് നാനാമി പറയുന്നു. പക്ഷേ ഗോജോ ഇങ്ങോട്ട് വന്നിട്ട് ഒരുപാട് നേരമായി. ഗോജോയെ അവർ പിടിച്ചിട്ടുണ്ടെങ്കിൽ പോലും എന്താ ഇപ്പോഴും അവർ രക്ഷപ്പെടാൻ ശ്രമിക്കാത്തെ? ഒരു പ്ലാനും ഇല്ലാതെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ മണ്ടന്മാരല്ല അവർ എന്ന് നാനാമി പറയുന്നു. ഈ ബാരിയർ ക്രിയേറ്റ് ചെയ്തവനെ ഞാൻ നോക്കിക്കോളാം, അതിനകത്തുള്ള മനുഷ്യരെ രക്ഷിക്കാൻ നിങ്ങൾ ശ്രമിക്കും എന്ന് പറഞ്ഞ് അവർ ബാരിയറിന്റെ അകത്തോട്ട് പോകുന്നു. അവർ മാത്രമല്ല, എല്ലാ സോസറേഴ്സും ബാരിയറിന്റെ അകത്തോട്ട് പോകുന്നു. പിന്നീട് നമ്മൾ കാണുന്നത് ഇച്ചിജിയെ ആണ്. പുള്ളിക്കാരൻ അകത്തുള്ളവർക്ക് പുറത്ത് നടക്കുന്ന കാര്യങ്ങളൊക്കെ അറിയിക്കാൻ വേണ്ടി നിൽക്കുവാണ്. ഇച്ചിജി തന്നെ പോലെയുള്ള മറ്റ് അസിസ്റ്റന്റ്സിനോടും കോണ്ടാക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇതേ സമയമാണ് അവന്റെ പുറകിലൂടെ ഒരാൾ വരുന്നത്. അത് വേറെ ആരുമല്ല, ഷിഗിമോ ആയിരുന്നു. അവൻ പുറകിലൂടെ വന്ന് ഇച്ചിജിയെ അറ്റാക്ക് ചെയ്യുന്നു. കുത്തേറ്റ ഇച്ചിജി താഴെ വീഴുന്നു. ഇതല്ലേ നിങ്ങൾ ആഗ്രഹിച്ചത് എന്ന് അവൻ തിരിഞ്ഞു നിന്നും ചോദിക്കുന്നു. അവളുടെ പേരാണ് ഉറായുമി. ഇവളെ പറ്റിയൊക്കെ ഫസ്റ്റ് സീസണിൽ പറയുന്നുണ്ട്. ഫസ്റ്റ് സീസണിന്റെ സ്റ്റോറി ഓർമ്മയില്ലെങ്കിൽ അവസാനത്തെ ഒരു 10 എപ്പിസോഡ് കണ്ടു നോക്കുക. കാരണം ഇനി അങ്ങോട്ട് മൊത്തം ഫസ്റ്റ് സീസണുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ്. ഇവനെ പോലെയുള്ള അസിസ്റ്റൻസ് ഈ ബാരിയറിന് ചുറ്റുമുണ്ട്. അവരെയൊക്കെ കണ്ടുപിടിച്ച് നീ ഇല്ലാതാക്കണം എന്ന് ഉറയുമി പറയുന്നു. പിന്നീട് നമ്മൾ കാണുന്നത് ഗെറ്റോന്റെ അവിടെ നടക്കുന്ന സീനാണ്. അത് ആരോ വീഡിയോ ഷൂട്ട് ചെയ്യുന്നുണ്ട്. എന്താ ഇവിടെ നടക്കുന്നത് എന്ന് മഹിറ്റോ ചോദിക്കുന്നു. ഈ പ്രിസം റിയാലിന് കറക്റ്റായിട്ട് സാത്തറോ ഗോജോയുടെ ഇൻഫർമേഷൻ പ്രോസസ് ചെയ്യാൻ പറ്റാതെ കഷ്ടപ്പെടുവാണ്. കുറച്ചു നേരത്തേക്ക് നമുക്കിത് അനക്കാൻ പോലും സാധിക്കില്ല എന്ന് ഗെറ്റോ പറയുന്നു. പെട്ടെന്നാണ് ആ ക്യാമറമാനെ മഹിറ്റോ പിടിക്കുന്നത്. അത് വേറെ ആരും ആയിരുന്നില്ല, മഗാമാറോ ആയിരുന്നു. ഇറ്റദോറി, നിനക്കൊരു ഗുഡ് ന്യൂസ് ഉണ്ട്. സാത്തറോ ഗോജോനെ ആ B5 പ്ലാറ്റ്ഫോമിൽ നിന്നും കുറച്ചു നേരത്തേക്ക് അവർക്ക് അനക്കാൻ സാധിക്കുന്നില്ല. അതെന്താ പറ്റാത്തെ എന്ന് യൂജി ചോദിക്കുന്നു. കാരണം അതിനകത്ത് ഗോജോ ആണല്ലോ എന്ന് മെഗമാറോയും പറയുന്നു. നീ ഇപ്പൊ പെട്ടെന്ന് പോയി സോസറേഴ്സ് എല്ലാവരോടും സബ്വേ സ്റ്റേഷനിലൂടെ ഷിബുയ സ്റ്റേഷനിലോട്ട് വരാൻ പറ. സോസറേഴ്സിനെ തടുക്കുന്ന ആ ബാരിയർ ഇല്ലാതാക്കി ഉടനെ തന്നെ ഉള്ളിലോട്ട് പോവാം. സബ്വേ ലൈൻ ഫോളോ ചെയ്തു വരുന്നതൊക്കെ ഓക്കെ, പക്ഷെ ഇച്ചിജി ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടി സിമ്പിൾ ആയനെ എന്ന് യൂജി പറയുന്നു. പെട്ടെന്നാണ് അവനൊരു കാര്യം ഓർക്കുന്നത്. ഷിബുയാലോട്ട് ആരെയാണ് അയച്ചിരിക്കുന്നതെന്ന് അവൻ മേനോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇതേ സമയം തന്നെ അവൻ ആ ബാരിയറിന്റെ അകത്തോട്ട് കയറുന്നു. നോക്കുന്ന സമയത്ത് അവിടെയുള്ള മനുഷ്യരെയൊക്കെ അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരുപാട് മോൺസ്റ്റേഴ്സ്. പെട്ടെന്ന് തന്നെ സമയം കളയാതെ അവനെ കൊണ്ട് പറ്റുന്ന തരത്തിലുള്ള മോൺസ്റ്റേഴ്സിനൊക്കെ അവൻ അടിച്ച് താഴെ ഇടുന്നു. പിന്നീട് അവിടെ ഉണ്ടായിരുന്ന ഒരു വലിയ ബിൽഡിങ്ങിന്റെ മണ്ടയിലോട്ട് വലിഞ്ഞു കയറുന്നു. ഒരു ദീർഘശ്വാസം എടുത്ത് അതിന്റെ മണ്ട കയറി നാനാമിയെ ഉറക്കെ വിളിക്കുന്നു. ഒരുപാട് പ്രാവശ്യം നാനാമിയെ വിളിച്ച് അവസാനം നാനാമി അത് കേൾക്കുന്നു. നാനാമി മാത്രമായിരുന്നില്ല, പാണ്ഡയും കുസാക്കാബി അത് കേൾക്കുന്നു. ഗോജോയെ സീൽ ചെയ്ത കാര്യം അവൻ ഉറക്കെ വിളിച്ചു പറയുന്നു. ഇത് കേട്ട് അവർക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. പ്ലാൻ എത്രയും പെട്ടെന്ന് ചേഞ്ച് ചെയ്തേ പറ്റൂ. എങ്ങനെങ്കിലും ഇറ്റഡോറിയെ കണ്ടുപിടിച്ചേ പറ്റൂ. ഗോജോ പിടിക്കപ്പെട്ടത് സത്യമാണെങ്കിൽ നമ്മുടെ ഈ നാട് തന്നെ ഇല്ലാതായെന്ന അർത്ഥം എന്ന് പറഞ്ഞ നനാമിയും ഫുഷുഗ്രോയും ഈനോയും കൂടി യൂജിയെ തെരഞ്ഞു പോകുന്നു. ഇതേ സമയം B5-ലിരിക്കുന്ന മഹിറ്റോയും മറ്റുള്ളവരും ഇവരിവിടെ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യവും ചെയ്തുകൊണ്ടിരുന്ന കാര്യവും ഒക്കെ പുറത്തു പോയത് മനസ്സിലാക്കുന്നു. പെട്ടെന്ന് തന്നെ സോസറേഴ്സ് നമ്മളെ തെരഞ്ഞ് ഇങ്ങോട്ട് വരും എന്ന് മഹിറ്റോ പറയുന്നു. എന്തൊക്കെ സംഭവിച്ചാലും ഞാനിവിടെ ഇരിക്കാൻ പോവാ, നിങ്ങൾ എന്താ ചെയ്യാൻ പോകുന്നേ എന്ന് ഗെറ്റോ ചോദിക്കുന്നു. എന്റെ ബ്രദേഴ്സിനെ കൊന്നുകളഞ്ഞ ആ യൂജിയെയും ആ നൊബാറ കുക്കുസാക്കിയെയും ഇല്ലാതാക്കണം. അതാണ് എന്റെ ലക്ഷ്യം. അതിന് ഞാൻ പുറപ്പെടുക. അതിനുശേഷം ജുജുത്സു ഹൈയിലിരിക്കുന്ന എന്റെ ബാക്കിയുള്ള അനിയന്മാരെ ഞാൻ കൊണ്ടുവരും എന്ന് ചോസോ പറയുന്നു. കുക്കുസാക്കിയെ പറ്റി എനിക്ക് അറിയില്ല, പക്ഷെ ഇറ്റഡോറിയെ നിനക്ക് കൊല്ലാൻ പറ്റില്ല. അവനെ സോക്കുണാക്കി മാറ്റണം എന്ന് ജോഗോ പറയുന്നു. അതെനിക്ക് കുഴപ്പമില്ല, ഞാൻ നോക്കിക്കോളാം എന്ന് ചോസോ പറയുന്നു. ഇത് കണ്ട് ജോഗോയും ടെൻഷനാവുന്നു. അവർ അടികൂടാൻ വേണ്ടി നിൽക്കുന്നു. പെട്ടെന്ന് തന്നെ മഹിറ്റോ അങ്ങോട്ട് വന്ന യൂജി ഇറ്റഡോറിയെ എനിക്ക് കൊല്ലണമെന്നാണ് എന്റെ ആഗ്രഹം. നീ എന്താ പറയുന്ന മഹിറ്റോ? ഈ സാത്തറോ ഗോജോനെ നമ്മൾ അടച്ചു വെച്ചു. നമ്മുടെ പ്ലാൻ സക്സസ് ആയി. സുക്കുണയെ കൊണ്ടുവരുന്നത് നമുക്ക് അഡ്വാൻറ്റേജ് ആണ്, പക്ഷേ ഇപ്പോഴും വിജയം നമ്മുടെ ഭാഗത്തല്ലേ. അതുകൊണ്ട് ഇപ്പൊ നമ്മുടെ കയ്യിലിരിക്കുന്ന എനർജി വെച്ച് നമ്മൾ ഫൈറ്റ് ചെയ്യുന്നു. സോ ആ ഇറ്റഡോറിയെ നമുക്ക് കൊന്നുകളയാം.
നീ പേടിക്കേണ്ട ആവശ്യമില്ല. സുഗുണ ഇതിൽ ഇടയിൽ കയറിയാലും നമുക്ക് അവനെ തോൽപ്പിക്കാൻ പറ്റും. കാരണം ഗോജോയുടെ കൂടെ നമ്മൾ അധികം എനർജി വേസ്റ്റ് ചെയ്തിട്ടില്ലല്ലോ. നീ എന്തൊക്കെ പ്രാന്തയി വിളിച്ച് പറയുന്നേ എന്ന് ജോഗോ ചോദിക്കുന്നു. ഞാൻ വളരെയധികം ആലോചിച്ചിട്ട് തന്നെയാണ് ഇതൊക്കെ പറയുന്നേ എന്ന് മഹിറ്റോയും പറയുന്നു. ഫ്യൂച്ചറിൽ നമ്മൾ കേൾ സ്പിരിറ്റുകൾക്ക് ഒരു നല്ല ഭാവി ഉണ്ടാവുമെങ്കിൽ തീർച്ചയായിട്ടും അതിന് ഞാൻ എന്റെ ജീവൻ കൊടുക്കും എന്ന് ജോഗോ പണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സുഗുണ ഒന്നും നമ്മുടെ കൂട്ടത്തിലുള്ള ആളല്ല. പറഞ്ഞു വരുമ്പോ അവനൊരു വേറെ ജന്മം എടുത്തു വന്നാൽ കേഴ്സുകളായിട്ടുള്ള നമ്മക്കാണ് ആപത്ത്. നമ്മളൊന്നും സാധാരണ മനുഷ്യരല്ല. മരിക്കുന്നത് കണ്ട് നമ്മൾ ഒരിക്കലും പേടിക്കാറില്ല. ഒരു പേടിയുമില്ലാതെ ലക്ഷ്യം നോക്കി പോകുന്ന ആൾക്കാരാണ് നമ്മൾ. മണ്ടന്മാരായിട്ടുള്ള ഈ മനുഷ്യർക്കും കേഴ്സുകളായിട്ടുള്ള നമുക്കുള്ള വ്യത്യാസമാണത്. പറഞ്ഞു വരുമ്പോ നമ്മുടെ ലക്ഷ്യമാണ് നമുക്ക് പ്രധാനം. അത് നഷ്ടപ്പെട്ടു കഴിഞ്ഞാ പിന്നെ നമ്മളില്ല. നീ പറഞ്ഞത് തെറ്റാണ് ജോഗോ എന്ന് മഹിറ്റോ പറയുന്നു. നമ്മളൊരു സ്ഥലത്ത് സ്ഥിരമായിട്ടില്ലെങ്കിൽ പോലും നമ്മുടെ ആഗ്രഹത്തിനും വികാരത്തിനും അനുസരിച്ച് നീങ്ങണം. അങ്ങിരുന്നാൽ മാത്രമേ നമ്മളൊരു കേഴ്സായി മാറുള്ളൂ. നീ കേഴ്സുകളെ പറ്റി ഒന്ന് പറഞ്ഞില്ലേ, അതാണ് തെറ്റെന്ന് ഞാൻ പറഞ്ഞതാ. പിന്നെ സുഗുണയെ പറ്റി പറഞ്ഞത് ശരിയാണ്. അതുകൊണ്ട് അതിനെപ്പറ്റി തർക്കിക്കണ്ട. എന്തായാലും ഇപ്പൊ നമുക്കൊരു ഗെയിം കളിക്കാം. ഫസ്റ്റ് ഞാനാണ് ഇറ്റഡോറിയെ കണ്ടുപിടിക്കുന്നതെങ്കിൽ ഞാൻ അവനെ അങ്ങ് കൊന്നുകളയും. ഇനി നീയാണ് ഇറ്റഡോറിയെ കണ്ടുപിടിക്കുന്നതെങ്കിൽ ആ വിരലുകൾ കൊടുത്ത് സുഗുണയെ കൊണ്ടുവരാം. ഞാൻ ഫസ്റ്റ് കണ്ടുപിടിച്ച ഞാൻ അവനെ കൊന്നുകളയും എന്ന് ചോസോയും പറയുന്നു. ഓ നീയും ഉണ്ടോ? ശരി, എനിക്ക് ഓക്കെയാണ്. ശരി കേട്ടോ, നീ ഇപ്പൊ എന്താ ചെയ്യാൻ പോകുന്നേ? ഇവിടെ തന്നെ ഇരുന്ന് ഈ പ്രിസറിൽ നോക്കുന്നതാണ് എന്റെ ജോലി. നമ്മുടെ ഈ പ്ലാൻ വർക്കായില്ലെങ്കിൽ സുഗുണയെ കൊണ്ടുവരണമെന്നായിരുന്നു ഞാൻ വിചാരിച്ചത്. ഇപ്പൊ അതിന്റെ ആവശ്യമില്ലാത്തതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. നിങ്ങൾ ചെയ്യുന്നത് വലിയ വലിയ മണ്ടത്തരമാണ്. ഗോജോയെ പിടിച്ചു വെച്ചത് കൊണ്ട് ഇറ്റാദോറിയും മറ്റു സോസറേഴ്സും നമ്മളെ തെരഞ്ഞ് ഇങ്ങോട്ടാണ് വരാൻ പോകുന്നത്. പിന്നെ നമ്മളെന്തിന് അവരെ തെരഞ്ഞു പോകണം എന്ന് ചോദിക്കുകയാണ് ജോഗോ. എന്നാ ഇതൊന്നും കേൾക്കാതെ മഹിറ്റോ അവിടെ നിന്നും ഓടുന്നു. പുറകെ തന്നെ ചോസോയും. പിന്നെ ഞാനിനി ഇവിടെ എന്തിനു നിൽക്കണമെന്ന് പറഞ്ഞ് ജോഗോയും അവിടെ നിന്നും ഓടുന്നു. ഈ കേൾ സ്പിരിറ്റുകൾ നിങ്ങളെക്കാൾ വളരെ ബുദ്ധിശാലിയാണ്, അതറിയോ എന്ന് ഗെറ്റോ ആരോടോ ചോദിക്കുന്നു. നോക്കുന്ന സമയത്ത് പണ്ട് ഗെറ്റോ രക്ഷിച്ച ആ 2 കുട്ടികളായിരുന്നു. അവരെ തിരിച്ചതാ. നീ പറഞ്ഞതുപോലെ ഈ കുരങ്ങുകളെ നിന്റെ അടുത്തോട്ട് അയച്ചില്ലേ, ഇപ്പൊ നീ പറഞ്ഞ പോലെ ചെയ്. അവരെ വെച്ച് നീ എന്തെങ്കിലും ചെയ്താ എന്നാ കുട്ടികൾ പറയുന്നു. ഞാൻ എന്തിനു തരണം? ഈ ശരീരത്തിന് വേണ്ടി നിങ്ങൾ ഒന്നും ചെയ്തില്ലല്ലോ എന്ന് വിചാരിച്ച് സന്തോഷിക്കുക. പിന്നെ അടുത്ത പ്രാവശ്യം ഒരു സോസറുമായിട്ട് സംസാരിക്കുമ്പോ ഒരു കരാർ എഴുതി വാങ്ങണം. വെറുതെ വാക്ക് വാങ്ങി വരരുത്, ഇല്ലെങ്കിൽ ഈ ശരീരം വെച്ച് നിങ്ങളെ കൊന്നുകളയും, മനസ്സിലായോ എന്ന് ഗെറ്റോ ചോദിക്കുന്നു. ഇതിന് നീ അനുഭവിക്കും എന്ന് പറഞ്ഞ കുട്ടികൾ അവിടെ നിന്നും പോകുന്നു. പിന്നീട് ഗെറ്റോ വിളക്കിന് കാവലിരിക്കുന്ന പോലെ അതിന് കാവലിരിക്കുന്നു. പിന്നീട് നമ്മൾ യുജിയാണ് കാണുന്നത്. നനാമി എന്നും പറഞ്ഞ് വിളിച്ചോണ്ടിരിക്കുകയാണ് യുജി. ഡേ എന്ന് പുറകിൽ നിന്ന് ഫുഷിഗ്രോ വിളിക്കുന്നു. അത് കേട്ടിട്ടും വീണ്ടും നനാമിയെ വിളിക്കുന്നു. ഫുഷിഗ്രോ മണ്ട കെട്ടെന്നങ്ങ് കൊടുക്കുന്നു. ഫുഷിഗ്രോ, നനാമി. ഇതാരാ? നനാമി സാറിനെ ഇവനെന്തിനാ പേര് വിളിക്കുന്നേ എന്ന് ഈനോ ചിന്തിക്കുന്നു. ഗെറ്റോ ആണോ ഇത് ചെയ്തേ എന്ന് നനാമി ചോദിക്കുന്നു. ടെക്നിക്കലി അവനല്ല ഇത് ചെയ്ത്, അവന്റെ ഉള്ളിലിരിക്കുന്ന വേറെ എന്തോ ആണ്. ആ സിബുയ സ്റ്റേഷന്റെ അകത്ത് എല്ലാം ഇപ്പൊ കൂടി ചേർന്നിരിക്കുകയാണ്. കേഴ്സ് യൂസേഴ്സും ഒരുപാട് ആത്മാക്കളും ഉണ്ട്. അവരെല്ലാം ഗെറ്റോയുടെ ആളുകളാണ്. അങ്ങനെയാണെങ്കിൽ അടുത്തുള്ള സ്റ്റേഷൻ വഴി പോയി അറ്റാക്ക് ചെയ്യുന്നതായിരിക്കും നല്ലത്. പക്ഷെ അതിനു മുമ്പ് സോസറേഴ്സ് കടക്കാൻ പറ്റാത്ത ആ ബാരിയർ എങ്ങനെയെങ്കിലും ഇല്ലാതാക്കണം എന്ന് നനാമി പറയുന്നു. ഇതൊരു എമർജൻസി മിഷൻ ആണെന്ന് മനസ്സിലാക്കിക്കോ, അതിനനുസരിച്ച് പെരുമാറിക്കോ എന്ന് പറയുവാണ് മെഗമാറോ. ഇനി സംസാരിച്ചു നിന്നിട്ട് കാര്യമില്ല. ഫസ്റ്റ് ഗ്രേഡേഴ്സിന് മാത്രമേ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റൂ. സോ ഞാൻ പുറത്തുപോയി ഇച്ചിജിയെ കണ്ടുപിടിച്ച് മറ്റു സോസറേഴ്സിനെയും കൊണ്ടുവരട്ടെ. അപ്പോഴേക്കും നിങ്ങൾ ആ ബാരിയർ ക്രിയേറ്റ് ചെയ്തവരെ പോയി കണ്ടുപിടിച്ചേ എന്തെങ്കിലും ചെയ്യും. കുസാക്കാബിയും ജെനിൻ ക്ലാന്റെ ഫസ്റ്റ് ഗ്രേഡ് സോസറേഴ്സും തീർച്ചയായിട്ടും ഈ ബാരിയറിന്റെ അകത്തുണ്ടാവും. പറ്റുമെങ്കിൽ അവരെ കണ്ടുപിടിച്ച് നടന്നതല്ല അവരോട് പറഞ്ഞ് സഹായിക്കാൻ പറയണം. ഇറ്റഡോറി വിളിച്ചു പറഞ്ഞതൊക്കെ ഇതിനോടകം അവരും കേട്ട് കാണും. ഈനോ, നീ വേണം ഇവരെ 2 പേരെയും നോക്കാൻ എന്ന് പറഞ്ഞുകൊണ്ട് നനാമി അവിടെ നിന്നും പോകുന്നു. നനാമി സാർ എന്നെയാണ് വിശ്വസിക്കുന്നത്. ഹേ സ്മോൾ ബോയ്സ്, മിഷൻ ആരംഭിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം ഞാൻ പറയാം. ഗോജോ മറിഞ്ഞു പോയാ ഉണ്ടാവുന്ന 2 പ്രശ്നം. ഒന്ന്, ഗോജോ ക്ലാൻ തന്നെ ഇല്ലാതാവും. ഗോജോ ക്ലാനിലെ അവസാനത്തെ മെമ്പർ അത് സാത്തോറോ ആണ്. അവരുടെ പവർഫുൾ ആയിട്ടുള്ള ടെക്നിക്ക് ഉപയോഗിച്ച് ഒരുപാട് പേരെ രക്ഷിച്ചിട്ടുണ്ട്. ഇറ്റഡോറി നീയും അതിലൊരാളാണ്, ശരിയല്ലേ? സോ രക്ഷപ്പെട്ടവരെല്ലാം സൂക്ഷിച്ചോ, കാരണം അവർ മരിച്ചു പോകാൻ വരെ സാധ്യതയുണ്ട്. ഇപ്പൊ രണ്ടാമത്തെ പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സാത്തോറോ ഗോജോ ഉള്ളത് കൊണ്ട് അടങ്ങിയിരുന്ന സോസറേഴ്സും കേൾ സ്പിരിറ്റുകളും ഈ വാർത്ത അറിഞ്ഞ് തുള്ളി കുതിക്കുന്നുണ്ടാവും. സോ അവർ ഒരുമിച്ച് ചേർന്ന് നമ്മളെ അറ്റാക്ക് ചെയ്യാൻ വരും. ആദ്യത്തെ പ്രശ്നം, നമ്മൾ നോക്കുന്ന സമയത്ത് അതിന്റെ ഇടയിൽ അവർ കയറി വന്നാൽ തീർച്ചയായിട്ടും നമ്മൾ തോറ്റുപോകും. അങ്ങനെ നമ്മൾ തോറ്റുപോയാ എന്ത് സംഭവിക്കുമെന്നറിയോ? ജപ്പാൻ എന്ന് പറയുന്ന ഈ നാട്ടിൽ ഒരു മനുഷ്യ കുഞ്ഞു പോലും കാണില്ല എന്ന് ഫുഷിഗ്രോ പറയുന്നു. ശരി, കമോൺ സ്മോൾ ബോയ്സ്. നാനാമി തിരിച്ചു വരുന്ന സമയത്ത് അവിടെ അങ്ങനെ ഒരു ബാരിയർ ഉണ്ടാവാൻ പാടില്ല. പിന്നീട് നമുക്ക് പറ്റുന്ന പോലെ സാത്തോറോ ഗോജോനെയും നമ്മൾ രക്ഷിക്കും എന്ന് ഈനോ പറയുന്നു. സോ അവിടെ വെച്ച് എപ്പിസോഡ് അവസാനിക്കുന്നു. ഇനി അങ്ങോട്ട് എപ്പിസോഡ്സ് ഒക്കെ വേറെ ലെവലായിരിക്കും. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതായിരിക്കുന്നു. ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അത്തരത്തിലുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. അടുത്ത എപ്പിസോഡ് അടുത്ത ദിവസം വരാത്തവരേക്കും ബൈ.